തീർച്ചയായും ഒരു കാവ്യയുടെ കവിത ഇനി നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. അതും തമിഴ് എന്ന ഏറ്റവും റൊമാൻറ്റിക്കായ ഏറ്റവും പൊയറ്റിക്കായ ലാംഗ്വേജിൽ നിന്ന്. നേരത്തെ നമ്മളൊരു ഒരു കുട്ടിയുടെ ഒരു മത്സരാർത്ഥിയുടെ എ ഗ്രേഡുകാരിയുടെ തമിഴ് ഗാനം കേട്ടതാണ്, തമിഴ് കവിത കേട്ടതാണ്. ഇത് തമിഴ് കവിത തന്നെയാണോ അശ്വതി? കാവ്യ തീർച്ചയായും അജിംഷാദ്, ഇത് തമിഴ് കവിതയാണ്. തമിഴ് കവിത കാവ്യാണ് നമുക്കൊപ്പം ഉള്ളത്. കാവ്യ എവിടെ നിന്നാണ്? തൃശ്ശൂരിൽ നിന്നാണ് കാവ്യ. തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. അതെ, അച്ഛനും അമ്മയൊക്കെ തമിഴ്നാടാണ്. അതെവിടെയാണ്? തമിഴ്നാട്ടിൽ എവിടെയാണ്? തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്ട്. തമിഴ്നാട്ടിലെ തേനിയിലാണ് കാവ്യയുടെ അച്ഛനും അമ്മയൊക്കെ ഉള്ളത്. അവിടെ നിന്ന് കേരളത്തിലേക്ക് എത്തിയവരാണ്. തീർച്ചയായും അവിടെ നിന്നാണ് നമുക്ക് മുന്തിരിങ്ങ അടക്കമുള്ള വലിയ കാർഷിക സമ്പത്തുകൾ എത്താറുള്ളത്. നമ്മുടെ അന്നമൂട്ടുന്നവരാണ്, അന്നദാതാക്കളാണ് തേനിയിലുള്ളത്. തീർച്ചയായും കാവ്യയിലേക്ക് കൊടുക്കും. തീർച്ചയായും തേനിയിലുള്ള ആളുകൾക്ക് കൂടി ഒരു വലിയ ഹായ്. ഒപ്പം തന്നെ കാവ്യയുടെ പദ്യം ചൊല്ലൽ ഒന്ന് കേട്ടിട്ട് വരാം. கவிஞர் இளமை அவர்கள் எழுதிய தமிழனாய் வாழ்வோம் தமிழுக்காய் வாழ்வோம் என்ற கவிதை வரிகள். தமிழ்தான் எங்கள் தாய்மொழி, தமிழனுக்கு இதுவே உயிர்மொழி. அலை மிகுந்த வறுமை வந்தே அவதியுற்ற நாளிலும் ஐயமிட்டே உண்ணுகின்ற அறிவு சொல்லும் தமிழ்மொழி. பொதிகையிலே பிறந்த முச்சங்க சபையிலே வளர்ந்து கம்பன் கவியிலே மலர்ந்த வையகத்தின் இணையில்லா செம்மொழியே, உந்தன் பிறவு கண்டு புறம் முதுகு காட்டி ஓடி போனான். இன்றோ இங்கு இவன் தமிழன் என்பதையே மறந்து போனான். முரசு கொட்டி உன்னை கண் விழிக்க செய்வதா, இல்லை உன் இனம் மண் மூடி போன பின்பு விழிதிறக்க சொல்வதா? தமிழுக்காய் ஒரு குரல் கொஞ்சம் செவிமடுத்திடு. குறிஞ்சி முல்லை மருதம் நெய்தல் பாலை என்று உன் குடிமக்கள் வாழ்ந்த பெருமையை நீ அறிவாயு. கொடிக்காய் கொடி முல்லைக்காய் தன் தேரையே தானம் தந்த பாரியை நீ மறவாயு. நெற்றிக்கண் திறப்பினும் குற்றம் குற்றமே என்று ஈசனிடம் வாதித்த முச்சங்கத்தின் முப்பெரும் புலவர் நக்கீரரை நீ அறியாமல் போனாயு. 2 அடி 7 சீர்கள் உலக பொதுமறையாம் திருக்குறள், இயல்பியலும் இலக்கியவும் பிணைந்த நீதி நூல், எம்மை என் வள்ளுவன் தந்த ஒப்பற்ற இலக்கியம். இலக்கியம் ஒரு புறம் இருக்க மறுபுறம் കാവ്യം. ഒരു വലിയ കയ്യടി കാവ്യക്ക്. അതേ സമാനമായ തമിഴ് ഭാഷയെ കുറിച്ചൊക്കെയാണ് അല്ലേ? തമിഴ് ഭാഷയെ കുറിച്ച്, തിരുക്കുറലിനെ കുറിച്ച്, തിരുക്കുറലൊക്കെ നമുക്കും വായനകളിൽ മലയാളത്തെക്കുറിച്ച് നമ്മുടെ ചെങ്ങമ്പുഴ എഴുതിയതുപോലെ അതിന് സമാനമായി തമിഴിനെ കുറിച്ച് എഴുതിയതാണെന്ന് തോന്നുന്നു കേട്ടിട്ട്. എൻ്റെ പരിമിതിയിൽ നിന്നുണ്ട്. കാവ്യയോട് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് ചോദിക്കാം. എന്താണ് ഈ കവിതയുടെ പശ്ചാത്തലം എന്നൊക്കെ? തീർച്ചയായിട്ടും ഈ കവിതയുടെ പേരൊന്നുകൂടി പറയാം. തമിഴനായി വാഴ്വോം തമിഴുക്കായി വാഴ്വോം. തമിഴനായിട്ട് ജീവിക്കണം, തമിഴിന് വേണ്ടി ജീവിക്കണം. അതാണ് കവിതയുടെ പേര്. അത് തമിഴ് ഭാഷയെ കുറിച്ചുള്ളതാണ്. കുറിച്ചും അതില് പണ്ട് കാലത്തെ തമിഴ് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കവിത എഴുതിയേക്കണതാണ്. തമിഴ് ഭാഷയുടെ വരവ് എങ്ങനെയാണ്, അതിന്റെ പ്രത്യേകതകൾ എങ്ങനെയാണ്, തമിഴ് ഭാഷയിൽ അതിന്റെ കുറെ പ്രസിദ്ധമായ വർക്കുകളും കൃതികളൊക്കെ വെച്ചിട്ട് എഴുതി. അതൊക്കെ തന്നെയാണ് ആ തമിഴ് ഭാഷയെ കുറിച്ചുള്ള അതിന്റെ മേന്മയെ കുറിച്ചുള്ളതാണ് ഈ കവിത. തീർച്ചയായും നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള അതേ പദ്യം തന്നെയാണ് അജിംഷാദ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. കാവ്യ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.